ഹായ്, എന്തു ഭംഗിയാ! നമസ്കാരം കൂട്ടുകാരെ. ബുദ്ധിമാനായ ആട്, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു ആട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കൊണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്തു ഭംഗിയാ! നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന് വയറും നിറഞ്ഞ് തലയുയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാണെന്ന് തോന്നാം. ഹോ, വല്ലാത്ത മയക്കം. അങ്ങോട്ട് ചാരിയിരിക്കാം. നാട്ടിലാണല്ലേ താനിരുന്നിടം ഗുഹയാണെന്ന് അതുണ്ടോ അറിയുന്നോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഇതേ പുതിയൊരു ജന്തു. ആ ഭീകര രൂപം കൊണ്ട് സിംഹം ആദ്യം പരുങ്ങി. എന്നിട്ട് ഉറക്കെ അലറിക്കൊണ്ട് ചോദിച്ചു, ആരാടെ എന്റെ ഗുഹയിൽ? എന്റെ ഗുഹയിൽ കയറാൻ ഇത്രയും ധൈര്യമുള്ള മറ്റൊരാളോ? അത് കേട്ട് ആട് ശരിക്കും പേടിച്ചിട്ടോ. എന്തായാലും മരിക്കും. രണ്ടും കളിപ്പിച്ച ആടും ശബ്ദം എത്തി. അത് ചോദിക്കാൻ നീ ആരാടാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നു. ഇവനാള് ചില്ലറക്കാരനല്ലല്ലോ. അങ്ങനെ സിംഹം സകല ശ്വാസവും ഉള്ളിലേക്കെടുത്ത ഒരൊറ്റ അലർച്ചയായിരുന്നു. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്ന് വേഗം പുറത്തിറങ്ങ. ഉടനെ ആട് ചോദിച്ചു, അപ്പൊ നീയാണല്ലേ രാജാവാൻ പറയാക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്കും രാജാവ്. നിന്നെ തന്നെ ഞാൻ കാത്തിരുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ചു തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒളിഞ്ഞു കണ്ടിരിക്കുന്ന കുറുക്കൻ സിംഹത്തിന്റെ പിന്നാലോടി. രാജാവേ, ഒന്ന് നിന്നാലും. അങ്ങ് എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിൽക്കാൻ നേരമില്ല. ആ ചക്രവർത്തി എന്റെ കഥ കഴിക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിപ്പുണ്ട്. ഇനി കാട്ടി രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോ നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെ ഇല്ല. കുറുക്കനുള്ളിൽ ഒരു ചിരിച്ചു. പ്രഭ, അങ്ങയാരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്നറിയാൻ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഗുഹക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കൻ ആളെ പിടികിട്ടി. എന്നിട്ട് വീണ്ടും സിംഹത്തിന്റെ അരികിലെത്തി. പ്രഭ, അങ്ങയുടെ ഗുഹ അതൊരാടാണ്. ആടാ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷിച്ചിട്ടുള്ളതാ. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എന്റെ പിന്നിൽ മതി. കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസ്സാര കുറുക്കനെ പിന്നിൽക്കുകയോ? സിംഹം പുറത്തു. പ്രഭ, നമ്മുടെ വാളുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ചെന്ത് തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ. ഒക്കെ മുമ്പിൽ കുറുക്കനെയും സിംഹത്തെയും ഒരുമിച്ച് കണ്ടാടിന് പ്രാളമായി. പക്ഷേ അവരുടെ വാളുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കരം പിടികിട്ടിയ കുറുക്കന്റെ ധൈര്യത്തിലാ സിംഹം വന്നിരിക്കുന്നത്. കാണിച്ചു കൊടുക്കാം. ആടിന്റെ സൂത്രം മണത്തറിഞ്ഞ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എത്തി ചക്രവർത്തി? ബുദ്ധിമാനായ ആട് വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചങ്ങാതി, നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നോ? എന്താ മഴച്ചിരിക്കുന്നത്? ആ തിരുമേനങ്ങ് തള്ളിവിടാ, അതോ ഞാൻ അങ്ങോട്ട് വരണോ? അത് കേൾക്കണ്ട താമസം സിംഹം കുറുക്കന്റെ നേരെ അലറി. ചേട്ടാ, ചതിയാ! പിന്നെ വെപ്രാളം പെട്ടൊരോട്ടം വരുന്നു. വാലും കുട്ടിയാകട്ടെ കുറുക്കന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആഴത്ത് കണ്ടോർത്തോർത്ത് ചിരിച്ചു. കൂട്ടുകാരാ, ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം.